ഈ കിച്ചൺ ലവർ എന്ന ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ തുളസി. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നെല്ലിക്ക കറിയാണ്. ചോറിനൊക്കെ ഒരു സൈഡ് ഡിഷായി കഴിക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ള ഒരു കറിയാണിത്. ഇതിന് വേണ്ടിയിട്ട് നെല്ലിക്കയാണ് വേണ്ടത്. നന്നായി കഴുകി വൃത്തിയാക്കിയെടുത്ത 10 നെല്ലിക്കയാണ് ഞാൻ ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളത്തിലിട്ട് അതിനെ ഒരു 1/4 വേഗാകുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ആവി കയറ്റി എടുത്താലും മതി. ആവി കയറ്റുമ്പോൾ അധികം വെന്ത് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇങ്ങനെ തിളപ്പിച്ച് 1/4 ഭാഗം വെന്ത് കഴിഞ്ഞ് നെല്ലിക്കയെ എടുത്ത് തണുപ്പിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. ചാനൽ കണ്ട് റെസിപ്പി ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായി അറിയിക്കുകയും വേണം. നമുക്ക് ഓരോ നെല്ലിക്കയിനെ ഒരു 8-10 കഷ്ണങ്ങളാക്കി ചെറുതായി നീളത്തിൽ അരിഞ്ഞെടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയുമാണ്. ഇങ്ങനെ അരിഞ്ഞെടുത്ത നെല്ലിക്കയിലേക്ക് അരിഞ്ഞു വെച്ച ചുമന്നുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ ഒരു പകുതി ഭാഗം പച്ചമുളകും, ചൂനിമുളക് തന്നെ വേണമെന്നില്ല, നീളമുള്ള മുളകായാലും മതി, അത് മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടാൽ മതി. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും മാത്രമേ ഇതിൽ ചേർക്കേണ്ടതുള്ളൂ. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ചുമന്ന മുളക് പൊടി, സാധാരണ മുളക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നല്ല എരിവുള്ളത് കൊണ്ടാണ് 1 സ്പൂൺ ചേർത്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കുറച്ച് കൂട്ടിയിടണമെന്നുണ്ടെങ്കിൽ കൂട്ടിയിടാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി മതിയാവും. വേപ്പില ചെറുതായി നുറുക്കി അതിലേക്ക് ഇടണം. 2 സ്പൂൺ വെളിച്ചെണ്ണ ഇതിൽ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി കൈകൊണ്ട് കുഴച്ചെടുക്കുക. നന്നായി മിക്സാക്കി എടുക്കാം. നന്നായി മിക്സാക്കി എടുത്ത ഈ മിശ്രിതത്തിനെ നമുക്കൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇനി ബാക്കി തേങ്ങാപ്പാലാണ് വേണ്ടത്. തേങ്ങ ചിരവിയെടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ മിശ്രിതമുണ്ടാക്കി തലേദിവസം എടുത്തു വെച്ചാൽ പിറ്റേ ദിവസം കാലത്ത് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് എടുക്കാവുന്നതുമാണ്. ഇത് ഇരിക്കുന്തോറും ടേസ്റ്റ് വരുന്ന ഒരു കറിയാണ്. അതുകൊണ്ട് കാലത്ത് നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ഉച്ചയാകുമ്പോഴേക്കും നല്ല ടേസ്റ്റ് വരും. ആ നെല്ലിക്കയൊക്കെ തേങ്ങാപ്പാലിൽ കിടന്ന് വെന്ത് അതിൻ്റെ ഒരു ടേസ്റ്റ് ആ ഓരോ നെല്ലിക്കയിലേക്കും കിട്ടുന്നതാണ്. അപ്പം ഞാൻ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ശേഷം ഒരു ചുവട് കട്ടിയുള്ള ചീനച്ചട്ടി എടുത്ത് ആദ്യം കടുകിട്ട് ഒരു 2 ഉലുവ പൊട്ടിക്കാം. അതിനുശേഷം ഒരു ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് മൂത്തതിന് ശേഷം അതിലേക്ക് ഇഞ്ചി അതുപോലെ തന്നെ പച്ചമുളക് ഇത് രണ്ടും ഇട്ട് ഒന്ന് മൂപ്പാകുന്നത് വരെ ഇളക്കിയെടുക്കാം. അങ്ങനെ ഇളക്കി മൂത്ത ഈ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചേർന്ന മിശ്രിതത്തിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച നെല്ലിക്കയുടെ കൂട്ട് ഇട്ട് നന്നായി ഇളക്കി ആ ഒരു മുളകിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഇളക്കി ഒരു 3-4 മിനിറ്റ് ഇളക്കി ആ പച്ചമണം പോകുന്നത് വരെ ഇളക്കിയെടുക്കാവുന്നതാണ്. ഒരു മീഡിയം തീയിലാണ് ഇടേണ്ടത്. ഹൈ ഫ്ലെയിമിലിട്ടാൽ മുളക് പൊടി ആകെ കരിഞ്ഞു പോകും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. മീഡിയം ഫ്ലെയിമിലിട്ട് ഒരുവിധം 4-5 മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമുക്ക് നല്ല കട്ടിയുള്ള 1 പാൽ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഇതിന് കട്ടിയുള്ള തേങ്ങാപ്പാൽ 1 ഗ്ലാസ്സാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് ഒരു 4-5 മിനിറ്റ് തിളപ്പിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിളച്ച് വന്ന തേങ്ങാപ്പാൽ നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായി നമുക്ക് ആവശ്യമുള്ള തിക്നെസ് ഗ്രേവിക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഓഫാക്കി വെക്കാം. ആ ചീനച്ചട്ടിയിലിട്ട്
ഇരുന്ന് അതൊന്ന് പാത്രഭാഗം വന്നതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. രുചിയുള്ള നെല്ലിക്കക്കറി റെഡിയാണ്. ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയാൻ മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.